ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ജോബ് ന്യൂസ് മലയാളം. ഇന്ന് നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ജോബ് നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ ഇതുപോലുള്ള ഗവൺമെൻറ്റിൻ്റെയും പ്രൈവറ്റിൻ്റെയും ജോബ് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് പറയുന്നത്, മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന നാഷണൽ ഹെൽപ്പ് ലൈൻ സംസ്ഥാനത്ത് സജ്ജീകരിക്കുന്നതിൻ്റെ ഭാഗമായി സാമൂഹ്യനീതി വകുപ്പ് വിവിധ തസ്തികയിലേക്കാണ് കരാർ നിയമത്തിന് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. sw.kerala.gov.in അല്ലെങ്കിൽ www.cmdkerala.net എന്നീ വെബ്സൈറ്റുകളിലാണ് 15 വൈകിട്ട് 5 വരെ ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ആ വെബ്സൈറ്റിൽ ലഭിക്കുന്നതായിരിക്കും. അടുത്തതായിട്ട് പറയുന്നത്, സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിൽ തിരുവനന്തപുരം, ആലപ്പുഴ, ഇടുക്കി, തൃശ്ശൂർ, പാലക്കാട്, കണ്ണൂർ, വയനാട് ജില്ലയിലെ അസിസ്റ്റന്റ് പ്രോഗ്രാം കോർഡിനേറ്റർ തസ്തികയിലെ താൽക്കാലിക ഒഴിവിലേക്കാണ് അതത് ജില്ലയിൽ താമസിക്കുന്ന ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ക്ഷണിക്കുന്നത്. ജനുവരി 7 വരെ അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് www.keralabiodiversity.org എന്നതിൽ നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഫോൺ ചെയ്തും അന്വേഷിക്കാം. ഫോൺ നമ്പർ 0471272470. അടുത്തായി പറയുന്നത്, തിരുവനന്തപുരം ഗവൺമെൻറ് ആയുർവേദ കോളേജിലെ പ്രസൂതിതന്ത്ര സ്ത്രീരോഗ വിഭാഗത്തിൽ കരാർ അടിസ്ഥാനത്തിലാണ് അധ്യാപകരെ നിയമിക്കുന്നതിന് വാക്കിൻ ഇൻ്റർവ്യൂ നടത്തുന്നത്. അതിനുവേണ്ടി പ്രസൂതിതന്ത്ര സ്ത്രീരോഗ വിഭാഗത്തിൽ ബിരുദാന്തര ബിരുദമുള്ളവർക്ക് പങ്കെടുക്കാം. താല്പര്യമുള്ളവർ ബയോഡാറ്റ, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസസ് സർട്ടിഫിക്കറ്റുകളും അവരുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം ജനുവരി 7 രാവിലെ 10:30 പ്രിൻസിപ്പാളിൻ്റെ ഓഫീസിൽ ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് 04712460 അടുത്തതായിട്ടുള്ള തിരുവനന്തപുരം ഗവൺമെൻറ് ആയുർവേദ കോളേജിലെ കായ ചികിത്സാ വിഭാഗത്തിൽ കരാർ അടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നതിനാണ് ഈ വാക്കിൻ ഇൻ്റർവ്യൂ നടക്കുന്നത്. കായ ചികിത്സയിൽ ബിരുദാന്തര ബിരുദമുള്ളവർക്ക് പങ്കെടുക്കാം. താല്പര്യമുള്ളവർ ബയോഡാറ്റ, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസസ് സർട്ടിഫിക്കറ്റും അവിടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം ജനുവരി 6 രാവിലെ 10:30 പ്രിൻസിപ്പലിൻ്റെ ഓഫീസിൽ ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് 04712460 അടുത്തത് കോട്ടയം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഹോസ്പിറ്റൽ ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയുടെ കീഴിൽ സ്റ്റാഫ് നേഴ്സ് തസ്തികകളിലാണ് 10 ഒഴിവുള്ളത്. ജനറൽ നേഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി അല്ലെങ്കിൽ തതുല്യ യോഗ്യത, KNMC രജിസ്ട്രേഷൻ, പോസ്റ്റ് ഓപ്പറേറ്റീവ് പീഡിയാട്രിക് കാർഡിയക് സർജറി, ICUയിൽ കുറഞ്ഞത് 2 വർഷത്തെ പ്രവൃത്തി പരിചയം എന്നിവ യോഗ്യതയുള്ളവർക്ക് അവസരമാണ്. നിശ്ചിത യോഗ്യതയുള്ളവർ ജനുവരി 11 മുമ്പ് തൊട്ടടുത്ത എംപ്ലോയ്മെൻറ്റ് ഓഫീസിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് ജില്ലാ എംപ്ലോയ്മെൻറ്റ് ഓഫീസർ അറിയിച്ചു. അടുത്തതായിട്ടുള്ളത്, കോഴിക്കോട് ഹോമിയോപ്പതി വകുപ്പിൽ ജില്ലയിലെ ചെറുവണ്ണൂർ സർക്കാർ ഹോമിയോ ഡിസ്പെൻസറിയിൽ ഒഴിവുള്ള പാർട്ട് ടൈം യോഗ ഇൻസ്ട്രക്ഷൻ തസ്തികയിലേക്കാണ് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് ജനുവരി 11 രാവിലെ 10:30 സിവിൽ സ്റ്റേഷൻ ജില്ലാ ഹോമിയോ മെഡിക്കൽ ഓഫീസിൽ കൂടിക്കാഴ്ച നടത്തും. യോഗ്യത BNYS, MSc യോഗ അല്ലെങ്കിൽ MPhil യോഗ, PG ഡിപ്ലോമ, സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ യോഗ 1 വർഷത്തിന്. വേതനം 8,000 രൂപയാണ്. പ്രായപരിധി 18-നും 40-നും ഇടയിൽ. ഉദ്യോഗാർത്ഥികൾ യോഗ്യത, വയസ്സ്, തിരിച്ചറിയൽ പരിചയം എന്നിവ തെളിയിക്കുന്ന അസസ് സർട്ടിഫിക്കറ്റും പകർപ്പും സഹിതം നേരിട്ട് ഹാജരാകണമെന്നാണ് ഹോമിയോ ജില്ലാ മെഡിക്കൽ ഓഫീസിൽ അറിയിച്ചിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾക്ക് 0495237174 അപ്പോൾ ഇന്നത്തെ ജോബ് ന്യൂസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അഥവാ നിങ്ങളുടെ പരിചയത്തിലുള്ളവരോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലുള്ള 10ാം ക്ലാസ് അതല്ലെങ്കിൽ 7ാം ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്കുള്ള ഗവൺമെൻറ്റിൻ്റെയും പ്രൈവറ്റിൻ്റെയും ജോബ് നോട്ടിഫിക്കേഷൻ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ കൂടുതൽ വീഡിയോ വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.